Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ കിഡ്സ് കോർണറിൻ്റെ 50ാമത്തെ എപ്പിസോഡാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കൂദാശയെക്കുറിച്ചാണ്. ഏതാണെന്നൊന്ന് ഗസ് ചെയ്യാവോ? കുമ്പസാരമാണോ? കറക്റ്റ്, കുമ്പസാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ഒരു അച്ഛനാണ്. അച്ഛൻ്റെ പേര് റെവറൻഡ് ഫാദർ കാപ്പിസ്ഥാൻ ലോപ്പസ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ റെഡിയാണോ? റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വചനവും സുകൃച്ചവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. ഓക്കെ, ഇനി സുകൃജപം. കർത്താവെ, ഏതവസ്ഥയിലും എൻ്റെ പ്രകാശവും രക്ഷയും കോട്ടയും ആയിരിക്കണമേ. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കർത്താവെ, ഏതവസ്ഥയിലും എൻ്റെ പ്രകാശവും രക്ഷയും കോട്ടയും ആയിരിക്കണമേ. അച്ഛ, നമ്മൾ എന്നാ വൈദികരോട് കുമ്പസാരിക്കുന്നത്? നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ അലോഷ്യസ് ചോദിച്ച ചോദ്യം സാധാരണ എല്ലാ ആൾക്കാരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് കത്തോലിക്കരല്ലാത്ത മറ്റു മതവിശ്വാസത്തിൽപ്പെട്ടവർ ചോദിക്കും, നേരിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ പോരെ, പിന്നെ നമ്മൾ ഒരു വൈദികനോട് കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യത്തെ ചോദ്യം, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ദൈവം അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ദൈവത്തെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കുമ്പസാരം എന്തിനാണെന്നുള്ള ചോദ്യം വരും അല്ലേ? അപ്പോൾ പിന്നെ എന്താണ്, നമ്മൾ കുമ്പസാരിക്കുന്നത് നമുക്ക് പാപപൂർത്തി കിട്ടാൻ വേണ്ടിയാണ്, നമുക്കതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കുമ്പസാരം എന്നുള്ളത് കൂദാശയാണ്. കത്തോലിക്ക സഭയിൽ 7 കൂദാശകളിലും പരികർമ്മി ഇല്ലാതെ, മിനിസ്റ്റർ ഇല്ലാതെ കൂദാശകളില്ല. ഒരാൾ പരികർമ്മം ചെയ്യാൻ വേണം. അതുകൊണ്ട് തന്നെ കുമ്പസാരത്തിൽ ഒരു വൈദികൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന് പാപം എന്ന് പറയുന്നത് അതിൻ്റെ വാക്കിനർത്ഥം സെപ്പറേഷൻ എന്നാണ്, അകൽച്ചയാണ്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ അതത്ര പ്രൈവറ്റ് ആയിക്കൊള്ളട്ടെ, 3 തരത്തിലുള്ള അകൽച്ച നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിലൊരു അകൽച്ചയുണ്ട്. അപ്പോൾ എനിക്ക് ദൈവത്തോട് നേരിട്ട് പറയും, ദൈവം നേരിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ആരാണ്? ഭൂമിയിൽ പുരോഹിതനാണ്, പ്രീസ്റ്റാണ്. അപ്പോൾ ഞാൻ പുരോഹിതനോട് ഏറ്റു പറയുമ്പോൾ ഞാൻ ദൈവവുമായിട്ട് റിക്കൺസൈൽ ചെയ്യുന്നു, അനുരഞ്ജനപ്പെടുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടുള്ള എൻ്റെ ബന്ധം കട്ട് ചെയ്യുന്നു. അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന പാപമാണെങ്കിൽ പോലും എനിക്ക് മറ്റുള്ളവരായിട്ടുള്ള ബന്ധം കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചേർച്ചാണ്, സഭയാണ്. സഭയുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? പ്രീസ്റ്റാണ്. അതുകൊണ്ട് ഞാനൊരു പ്രീസ്റ്റിനോട് ഏറ്റു പറയുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ചേർച്ചായിട്ടുള്ള എൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുന്നു. മൂന്നാമത്തേത്, ഞാനൊരു പാപം ചെയ്യുമ്പോൾ എന്നോട് തന്നെയുള്ള ഒരു അകൽച്ചയുണ്ട്, എന്നോട് തന്നെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നമുക്കറിയാം നമ്മളൊരു പാപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമൊന്നുമല്ല, നമുക്ക് സങ്കടം ഉണ്ടാവും ഇല്ലേ? അതുമാത്രമല്ല, നമ്മൾ ആരോടും പറയാത്തൊരു രഹസ്യമോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഏറ്റവും അടുത്തൊരാളോട്, വിശ്വാസമുള്ള ഒരാളോട് തുറന്നു പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിലാക്സ്ഡ് ആവും. കാരണം ഒരാളും കൂടി കേട്ടു, ഒരു പക്ഷേ അയാൾ നമുക്ക് ചില ഉപദേശങ്ങളും കൂടി തരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സന്തോഷവും. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ എഫക്റ്റും കൂടി ഉണ്ട് നമ്മളൊരു വ്യക്തിയോട് ഏറ്റു പറയുമ്പോൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള അകൽച്ചയെ ഒന്നിപ്പിക്കുന്നതാണ്, അനുരഞ്ജനപ്പെടുത്തുന്നതാണ് ശരിക്കും ഒരു കൂദാശ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇതൊരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, ഈസ് എ ഹ്യൂമൻ ബീയിങ്. എല്ലാ മനുഷ്യരെ പോലെ തന്നെ വീഴ്ചകളും അതോടൊപ്പം കുറവുകളുള്ള ഒരാളോടെ നമ്മൾ ഏറ്റു പറയുന്നത്. അപ്പം എൻ്റെ കുറവുകളെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യനെ പറ്റുള്ളൂ, ഒരു പുരോഹിതനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുരോഹിതനോട് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയുന്നത്. കുമ്പസാരം എന്ന കൂദാശ കത്തോലിക്ക സഭയിൽ മാത്രമല്ല അച്ഛ? കുമ്പസാരം എന്നുള്ള കൂദാശ കത്തോലിക്ക സഭയുടെ മാത്രം ഒരു യുണീക്ക്നെസ്സാണ്. കുമ്പസാരം എന്ന കൂദാശ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കുമ്പസാരം ഉണ്ടാവും, കാരണം കൂദാശയായിട്ട് കത്തോലിക്ക സഭ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഇപ്പം മറ്റു സഭകളിൽ, ഇപ്പോൾ ലൂതറൻ സഭയെ സംബന്ധിച്ചിടത്തോളം 2 കൂദാശകളെ അവർക്കുള്ളൂ. ഒന്ന് മാമോദീസയുണ്ട്, പിന്നെ പരിശുദ്ധ കുർബാനയുണ്ട്. അവർക്ക് കുമ്പസാരം ഒരു കൂദാശയായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അവരെങ്ങനെ കുമ്പസാരിക്കുന്നത്? അവർക്ക് 2 രീതിയിൽ കുമ്പസാരിക്കാറുണ്ട്. ഒന്ന്, അവർ ദൈവത്തോട് നേരിട്ട് ഏറ്റു പറയുന്ന ഒരു രീതി
ഉണ്ട്. മറ്റൊന്നുള്ളത് ഒരു പബ്ലിക് കൺഫെഷൻ എന്ന് പറയും. പൊതുവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർ പാപങ്ങൾ ഏറ്റു പറയുന്ന രീതിയുണ്ട്. എങ്കിലും കത്തോലിക്ക സഭയിൽ മാത്രമാണ് കൂദാശയായിട്ട് കുമ്പസാരത്തെ അംഗീകരിച്ചിട്ടുള്ളതും പിന്നെ ഒരു വൈദികനോട് ഏറ്റു പറയുന്ന രീതിയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമേ ഉള്ളൂ കുമ്പസാരം എന്ന കൂദാശ. കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അച്ഛന് എന്നെക്കുറിച്ചുള്ള മതിപ്പ് ഇല്ലാണ്ടാകുമോ അച്ഛാ? സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ മതിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല കുമ്പസാരിക്കുന്നത് എന്നൊരു ചിന്ത. രണ്ട് രീതിയിൽ തന്നെ കാണാം. ഒന്ന്, കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് വൈദികനല്ല, നമ്മൾ പറയുന്നത് ക്രിസ്തുവിനോടാണ് ഞാൻ ഏറ്റു പറയുന്നത്. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ജീവിത പാപികളെ കണ്ടിരുന്നത്? ക്രിസ്തു ഒരിക്കലും ഇപ്പോൾ മഗ്ദലേന പറയും പാപി വരുമ്പോഴേക്കും എനിക്കറിയാം നീ ഇന്ന പാപം ചെയ്തവൾ എന്നുള്ള രീതിയിലല്ല ക്രിസ്തു കണ്ടിട്ടുള്ളത്. വളരെ കാരുണ്യത്തോടെ സ്വീകരിക്കുകയാണ്. അത് ചുങ്കക്കാരൻ മത്തായി ആയാലും സക്കേവൂസ് ആയാലും ക്രിസ്തു പാപികളെ കണ്ടത് കാരുണ്യത്തോടെയാണ്. അങ്ങനെയാണ് പാപികളെ ക്രിസ്തു സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഒരാളെ കാണുന്നത് കാരുണ്യത്തോടെ തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പോലെയുള്ള പ്രായമുള്ള കുട്ടികൾ എന്താ സാധാരണ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്നൊരു അച്ഛനാണെങ്കിൽ നിങ്ങൾ അറിയാവുന്ന അച്ഛനാണ്, അച്ഛനെന്ത് വിചാരിക്കുന്നവർ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി കുമ്പസാരിക്കും. ശരിയല്ലേ? അറിയാവുന്ന അച്ഛനാണ്, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി കുമ്പസാരിക്കും. അപ്പോൾ അതുകൊണ്ട് വല്ല ധ്യാന സെൻറ്ററിൽ പോകും, അല്ലെങ്കിൽ വേറെ അച്ഛന്മാരൊന്നും അവരുടെ പോയി കുമ്പസാരിക്കും. കാരണം അറിയാവുന്ന അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ നമുക്കൊരു മടിയാണ്. ഈ ഒരു ഇതുള്ളതുകൊണ്ടാണ് മതിപ്പ് പോവോ എന്നൊരു പേടിയാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു ഡോക്ടറായിട്ട് ഇപ്പോൾ രോഗം വന്ന് കൺസൾട്ട് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് നിങ്ങളൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അയ്യോ ഈ ഡോക്ടറെ എപ്പോഴും ഞാൻ കൺസൾട്ട് ചെയ്യണമെന്ന്, ഈ ഡോക്ടറെ എന്നെക്കുറിച്ച് അറിയാം അതുകൊണ്ട് ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പോകുന്നു പറയും. ഇല്ല, നമ്മളെന്താ പറയുക, ഈ ഡോക്ടറെ എന്നെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ട് ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണമെന്ന് അറിയാം. ഇത് തന്നെയാണ് ആത്മാവിൻ്റെ കാര്യം. നമ്മുടെ ആത്മാവിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നൊരു കുമ്പസാരക്കാരനുള്ളത് ഏറ്റവും നല്ലതാണ്. നമുക്ക് അറിയാം, ഈ അൽഫോൺസാമനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? അൽഫോൺസാമ മരിച്ചപ്പോൾ അധികം ആൾക്കാരൊന്നും അൽഫോൺസാമയുടെ അടുത്ത് വന്നില്ല. അന്ന് പ്രസംഗിച്ചത്, ചരമപ്രസംഗം നടത്തിയത് അൽഫോൺസാമയുടെ കുമ്പസാരക്കാരൻ അച്ഛനാണ്. ഇന്ന് നമ്മളവിടെ ഭരണങ്ങാനത്തിൽ നിന്ന് ഞാൻ പ്രസംഗം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനൊന്ന് പറഞ്ഞതെന്ന് അറിയാമോ, ഈ കിടക്കുന്നൊരു വിശുദ്ധയാണ്. ഇന്നിപ്പോൾ ലോകം അറിഞ്ഞിട്ടില്ല, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുമെന്ന് ആ അച്ഛൻ പറഞ്ഞു. ഒരു കുമ്പസാരക്കാരനാണ് അൽഫോൺസാമയെക്കുറിച്ച് അറിഞ്ഞത്. ഒരു കുമ്പസാരക്കാരനെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാ വിശുദ്ധരെക്കുറിച്ച് എടുത്തു നോക്കിയോ, ആ വിശുദ്ധൻ്റെ പുറകിൽ ഒരു കുമ്പസാരക്കാരൻ അച്ഛനുണ്ട്. അത് ഡൊമിനിക് സാവിയോ ആയാലും ഡോൺ ബോസ്കോ ആയാലും ഇവരുടെ കുമ്പസാരക്കാരൻ കൂടി വിശുദ്ധനാകുകയാണ്. അപ്പം നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ഒരാൾക്ക് തന്നെ അറിയുമെങ്കിൽ, ഒരു കുമ്പസാരക്കാരൻ തന്നെ ആണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായത്. അത് മതിപ്പ് പോകണമല്ല, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ വഴി നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു ഹീലറാണ് കുമ്പസാരക്കാരനൊരു ചിന്തയുണ്ടാവണം. മാരകമായ പാപമില്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞ് കുർബാന സ്വീകരിച്ചാൽ പോരെ? സാധാരണ എല്ലാ കത്തോലിക്കർക്കുള്ളൊരു സംശയമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം 2 തരം പാപങ്ങളുണ്ട്. മാരകപാപമുണ്ട്, പിന്നെ ലഘുപാപമുണ്ട്. മാരകപാപം എന്ന് പറഞ്ഞാൽ കൊലപാതകം അല്ലെങ്കിൽ വ്യഭിചാരം തുടങ്ങിയ വലിയ പാപങ്ങളാണ്. പിന്നെ വീനിയൽ സിൻസ്. ലഘുപാപം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അനുസരണക്കേട് കാട്ടുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാപങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് എപ്പോഴും ഓടിച്ചെന്ന് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ലഘുപാപമാണെങ്കിൽ നമുക്ക് കുർബാനയിൽ കുമ്പസാരിക്കാതെ കുർബാനയ്ക്ക് സ്വീകരിക്കാം. പിന്നെ ഓരോ കുർബാനയിലും നമുക്കറിയാം, ലാറ്റിൻ കുർബാനയിലാണെങ്കിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് സർവ്വശക്തനായ ദൈവത്തോടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ വിട എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുമ്പസാരം നടത്തിയിട്ടാണ്. ഇപ്പോൾ സിറിയൻ മാസിലാണെങ്കിൽ പാപകടങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് ഒരു പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ കുർബാനയൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഓരോ കുർബാനയ്ക്ക് മുമ്പും ഒരു ചെറിയ കുമ്പസാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലഘുപാപം ഉണ്ടെങ്കിൽ കുമ്പസാരിക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് കുർബാനയിൽ തന്നെയുള്ള ആ കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് കുർബാനയൊക്കെ സ്വീകരിക്കാം. ഇപ്പം നിങ്ങൾ സംസാരിച്ച ഈ അച്ഛൻ ആരാണെന്ന് മനസ്സിലായോ? നിങ്ങൾ പലപ്പോഴും ഷാലോം ടി വിയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഐ ബിലീവ് എന്ന് പറഞ്ഞൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ആ ഷോവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛനാണ്. ഏതായാലും അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്തോരം ബ്ലെസ്ഡാണെന്ന് മനസ്സിലായല്ലേ? ശരിക്കും ഈശോയുടെ സ്നേഹവും കരുണയും ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കൂദാശ തന്നെയാണ് കുമ്പസാരം, അല്ലേ? നമ്മളത് എന്തോരം ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏതായാലും ഇന്ന് 50ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആഘോഷത്തിൻ്റെ മൂഡിലായിട്ട് നമുക്ക് ആക്ഷൻ സോങ് കാണാൻ പോകാം. ഓക്കെ? അപ്പോൾ വചനവും സുഖിച്ചപ്പം ഏറ്റു പറയാം. സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഓക്കെ, ഇനി സുഹൃജപം. കർത്താവേ, ഏതവസ്ഥയിലും അങ്ങ് എൻ്റെ പ്രകാശവും രക്ഷയും കോട്ടയും ആയിരിക്കണമേ. ഓക്കെ.
Jesus gonna set you free. Hang on now, 'cause Jesus gonna set you free. He keeps rolling my blues away. He keeps rolling my blues away. He keeps rolling my blues away. അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിശുദ്ധ ക്ലാരയെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഓടിപ്പോയി കേൾക്കാം. അപ്പോൾ വചനവും സുഹൃത്തുപ്പം ഏറ്റുപറയാം. സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഓക്കെ, ഇനി സുഹൃത്തുപ്പം. കർത്താവേ ഏതവസ്ഥയിലും എൻ്റെ പ്രകാശവും രക്ഷയും കോട്ടയും ആയിരിക്കണമേ. ഓക്കെ. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ ക്ലാരയെക്കുറിച്ചാണ്. വിശുദ്ധ ക്ലാരയെ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ എത്ര കോൺവെൻറ്റുകളാണ് ക്ലാര സഭയുടേത് അല്ലേ? വിശുദ്ധ ക്ലാര ജനിച്ചത് അസീസിയിലാണ്. അസീസിയിൽ മറ്റൊരു പുണ്യവാൻ കൂടി ഉണ്ടല്ലോ, ഫ്രാൻസിസ്. അപ്പോൾ നിങ്ങൾ ഓർക്കണുണ്ടല്ലേ? ഫ്രാൻസിസ് വലിയ കൂട്ടുകാരിയായിരുന്നു. ഫ്രാൻസിസിൻ്റെ വലിയ കൂട്ടുകാരിയായിരുന്നു ക്ലാര. ഇവരെ ആത്മീയതയിൽ ഒത്തിരി രണ്ടുപേരും വളർന്ന വ്യക്തികൾ. ക്ലാരയുടെ മാതാപിതാക്കൾ നല്ല പ്രഭു കുടുംബത്തിലാണ് ആയിരുന്നു. അപ്പോൾ ഇവൾ ജനിച്ചത് തന്നെ നല്ല ദൈവഭക്തിയുള്ള സാഹചര്യത്തിലും ദൈവഭക്തിയുള്ള ആ കൂട്ടായ്മയിലുമായിരുന്നു. അവർക്ക് 4 മക്കളാണ്. അതിൽ മൂത്തത് മാത്രം ആണ്, ബാക്കി 3 പെൺകുട്ടികൾ. രണ്ടാമത്തെ ആളാണ് ക്ലാര. ക്ലാര വളർന്നതും ജീവിച്ചതും ഒക്കെ അമ്മയുടെ പ്രത്യേക ശിക്ഷണത്തിലാണ്. അമ്മ നല്ല ദൈവഭക്തയായിരുന്നു. അമ്മ എപ്പോഴും കൂടുതൽ സമയം അമ്മ പ്രാർത്ഥനയിലായിരുന്നു. അതുപോലെ തന്നെ പരിത്യാഗ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത, ഇതൊക്കെ അമ്മയുടെ വലിയ മുതൽക്കൂട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ക്ലാര വളർന്നത്. ക്ലാര പ്രാർത്ഥനയ്ക്ക് ഒത്തിരി സമയം ചെലവഴിച്ചിരുന്നു, വളരെ ചെറുപ്പത്തിലേ തന്നെ. അങ്ങനെ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും ഒക്കെയാണ് ക്ലാര വളർന്നു വന്നത്. ഏതാണ്ട് 15 വയസ്സായപ്പോൾ നല്ല സുന്ദരിയായിരുന്നു ക്ലാര. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവൾ ചെറുപ്പത്തിലെ തന്നെ ഒരു തീരുമാനമെടുത്ത് ഈശോയാണ് തൻ്റെ മണവാളൻ, ഈശോയെ അല്ലാതെ വേറൊരു മണവാളിനെ സ്വീകരിക്കില്ല എന്നവൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ വിവാഹ കാര്യങ്ങൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇവൾക്ക് ആകെ ഭയം തോന്നി. അവളുടെ ആഗ്രഹം സഫലമാകില്ല എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, പെസഫിക്കയോടുകൂടി രാത്രി അവർ രണ്ടുപേരും കൂടി വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. പോയത് ആരുടെ അടുത്താണെന്നോ? ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് തൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ് ഞാനൊരു കോൺവെൻറ്റിലാക്കി തരാമെന്ന് പറഞ്ഞ് കോൺവെൻറ്റിൽ കൊണ്ടാക്കി. കോൺവെൻറ്റിൽ ചെന്ന് 2-3 ദിവസം അവിടെ നിന്ന്. പക്ഷെ അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ സാഹചര്യം ഒട്ടും ഇവൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ക്ലാര ഈശോയുടെ ദാരിദ്ര്യമാണ് സ്നേഹിച്ചിരുന്നത്. അത് സ്വായത്തമാക്കാനുള്ള വ്യഗ്രതയായിരുന്നു. ചെരുപ്പ് പോലും കാലിലിടുകയില്ല, അത്ര കഠിന തപസ്സിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കോൺവെൻറ്റിൽ അത് കണ്ടില്ല. അപ്പോൾ ഫ്രാൻസിസിനോട് പറഞ്ഞ് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് വേഗം വേറൊരു കോൺവെൻറ്റിൽ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോഴും ഇവൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും അവിടെ കണ്ടില്ല. അപ്പോൾ അവിടെയും അവൾക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സഭ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് അന്നത്തെ
മാർപ്പാപ്പ ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന് ഒരു നിവേദനവും കൊണ്ട് രണ്ടുപേരും കൂടി പോവുകയാണ് റോമിലേക്ക്. അവിടെ ചെന്ന് ഈ നിവേദനം സമർപ്പിച്ച് ആദ്യത്തെ വനിതയാണ് ഇങ്ങനൊരു സഭ രൂപീകരിക്കാനായിട്ട് തുടങ്ങി വെച്ച ആദ്യത്തെ വനിതയാണ് വിശുദ്ധ ക്ലാര. മാർപ്പാപ്പ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ നിവേദനം പാസ്സാക്കി പറഞ്ഞു വിട്ട് അതിന് ഇവിടെ വന്ന് ഒരു സഭ തുടങ്ങിയ ആ സഭയാണ് ക്ലാരിസ്റ്റ് സഭ. ഇന്ന് അനേകം പേര്, അനേകം കോൺവെൻറ്റുകൾ തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കഠിന തപസ് എന്നുള്ളതാണ്. ചെരുപ്പ് പോലും കാലിലിടുകയില്ല. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വളരെ കുറച്ച് മാത്രം. രാത്രിയും പകലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം. അതായത് ആത്മാക്കളുടെ രക്ഷ, അത് മാത്രമാണ് അവരുടെ ചിന്താവിഷയം. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയാണ് ആ കോൺവെൻറ്റുകളിലെല്ലാം. അത് ഇന്നിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ കോൺവെൻറ്റ് കുറേ സൈന്യങ്ങൾ വന്ന് വളഞ്ഞ് എന്തും സംഭവിക്കാമെന്നുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അപ്പോൾ ആ സഹോദരികൾ, മറ്റു കന്യാസ്ത്രീകൾ വന്നിട്ട് പറഞ്ഞ്, ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്, പുറത്ത് ഇങ്ങനെ കുറേ പേര് വന്ന് എന്തിനും തയ്യാറായിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ വിശുദ്ധ ക്ലാര എന്താ ചെയ്തതെന്നാ, ഈശോയുടെ തിരുശരീരം, അതായത് ദിവ്യകാരുണ്യം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇവരുടെ കൂടെ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് സൈന്യങ്ങളുടെ മുൻപിലോട്ടാണ് ചെന്നത്. പക്ഷേ സൈന്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ ഭയമായി. എന്താണിതെന്നുള്ള ആ ഒരു ഇതോടുകൂടി അവർ ചെതറി ഓടിയെന്നാണ് പറയുന്നത്. അത്രമാത്രം ശക്തമായിരുന്നു വിശുദ്ധ ക്ലാരയുടെ പ്രാർത്ഥന. വിശുദ്ധ ക്ലാരയ്ക്ക് ഒരുപാട് വരദാനങ്ങളുണ്ടായിരുന്നു. അതായത് രോഗശാന്തി വരം, മറ്റ് അത്ഭുതവരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല രോഗികളും സൗഖ്യം പ്രാപിക്കുകയും പല അത്ഭുതങ്ങളും നടക്കുകയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വലിയ വലിയ രോഗശാന്തികളൊക്കെ മരുന്നോ മറ്റൊന്നും ഫലപ്രദമാകാത്ത സ്ഥലത്ത് പ്രാർത്ഥന കൊണ്ട് ശരിയാകുമെന്നുള്ള ബോധ്യവും വിശ്വാസവും ജനങ്ങളിലേക്ക് അങ്ങ് ഒഴുകി. വിശുദ്ധ ക്ലാര ഇന്നും അഴുകാത്ത ശരീരവുമായിട്ടിരിക്കുകയാണ്. ഇന്നും ശരീരം അഴുകിയിട്ടില്ല. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ആ സഭയ്ക്ക് മുഴുവനും ഇന്നും അതങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ നമുക്കൊരു വിശുദ്ധ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ സ്വന്തം വിശുദ്ധ, അതാരാണ്? അൽഫോൻസാമ്മ. ആ അൽഫോൻസാമ്മ ഈ ക്ലാരിസ്റ്റ് സഭയിലുള്ളതാണ്. അങ്ങനെ അനേകം പേര് ക്ലാരിസ്റ്റ് സഭയിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 വിഷ്വൽ കണ്ടു. ഇതിലേതായിരിക്കും ശരി? കുമ്പസാരം കഴിഞ്ഞിട്ട് കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണോ? കുമ്പസാരം കഴിഞ്ഞിട്ട് മുട്ടുകുത്തി നിന്ന് നമുക്ക് വൈദികൻ തന്ന പ്രായശ്ചിത്തം ഏറ്റു പറഞ്ഞ് നമുക്ക് ദൈവം ഇങ്ങനൊരു കൂദാശ തന്നത് ശരിക്കും എന്തൊരു വലിയ ബ്ലെസ്സിങ് ആണ് ഇല്ലേ? അതിനായിട്ട് നന്ദി പറയുകയും പിന്നെ നമ്മൾ ഇതിനു വേണ്ടി സഹായിച്ച വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കുമോ ശരി? രണ്ടാമത് പറഞ്ഞ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കതൊന്നിനി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കൊന്നും കൂടെ വചനവും സുഖിച്ചപ്പോൾ ഏറ്റു പറയാം. ഇന്നത്തെ വചനം
സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് കർത്താവ് എൻ്റെ ജീവിതത്തിന് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഞാൻ ആരെ പേടിക്കണം? ഓക്കെ, ഇനി സുഹൃജപം. കർത്താവെ, കർത്താവെ, ഏതവസ്ഥയിലും ഏതവസ്ഥയിലും അങ്ങെൻ്റെ അങ്ങന്റെ പ്രകാശവും രക്ഷയും പ്രകാശവും രക്ഷയും കോട്ടയും ആയിരിക്കണമേ. കോട്ടയുമായിരിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.